ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബോണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5-8 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നടുപകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടിട്ടുണ്ട്. ഇനി അത് തൊലി കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടണം, എന്നാലേ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഉടച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിന് വേണ്ടത് ചിക്കനാണ്. കുരുമുളക് ഉപ്പിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ വലിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും അതിൻ്റെ കൂടെ അത് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി വഴറ്റാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിന് കുറച്ച് കുരുമുളകും ഒരു ലൈറ്റായിട്ടുള്ള കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല സെറ്റായിട്ടുണ്ട്. ഇനി അത് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈവച്ച് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നല്ല ചെറിയ ബോൾസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രം എടുക്കണമെങ്കിൽ മൈദ മാത്രം എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ആവശ്യമെങ്കിൽ കടലമാവും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മാവ് കുറച്ച് തിക്കായിട്ട് കിട്ടണം. അധികം ലൂസുമായി പോകരുത്, ഓവറായിട്ട് ടൈറ്റും ആയി പോകരുത്. അപ്പോൾ നമ്മളെ മാവ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളകളാക്കി വെച്ച ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂണാണ്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് കോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാകുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ചിക്കനും കൂടി ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചിക്കനൊക്കെ ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കൂ.
അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.